ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമ പറയണേ, വിഷ്ണുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നീ തെളിയിക്ക് എന്ന് പറയുമ്പോൾ ശാലിനി ആ പേപ്പർ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങണം കേട്ടോ. പിന്നീട് ശാലിനി ആ പേപ്പറിൽ എന്തൊക്കെ ഇങ്ങനെ കുറിക്കുന്നു. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ രാഘവനെയും വിഷ്ണുവിനെയും ഈ പറയുന്ന ഷാമിയെയൊക്കെയാണ് കാണിക്കുന്നത്. അവരൊക്കെ നെട്ടോട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ പേടിയാവണം, എന്താണ് ഉണ്ടാവാൻ പോകുന്നത്, ശാലിനി ഒപ്പിടുമോ എന്ന് പേടിയാണ് അവർക്കുള്ളിൽ. എന്നാൽ ഈ സമയം വിഷ്ണുവിനുള്ളിൽ തൻ്റെ അമ്മ ശാലിനിയെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു ഭയമാണ് കേട്ടോ. അങ്ങനെ വിഷ്ണു ആകെ ശ്വാസം മുട്ടിയതുപോലെ വിഷ്ണു ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സത്യഭാമയുടെ ഇറങ്ങി വരവ് കേട്ടോ. സത്യഭാമ ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ പിള്ള ഓടിച്ചെല്ലാണ്. എന്തായി സത്യഭാമ എന്ന് പറയുമ്പോൾ വാ പിള്ളേ എന്ന് പറഞ്ഞിട്ട് സത്യമ്മ പിള്ളയും കൊണ്ട് അകത്തോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം സത്യഭാമ താൻ വലിയൊരു സംഭവമാണ്, സത്യഭാമ വിചാരിച്ചാലോ ഒന്നും നിറവേറാത്തതില്ല എന്നൊക്കെ കരുതി സത്യഭാമ എല്ലാവർക്കും മുന്നിലിരുന്ന് വലിയ വലിയ വാക്കുകൾ പറയാൻ കേട്ടോ. എവിടെ വിഷ്ണു, വിഷ്ണുവിനെ വിളിക്ക്. അപ്പോഴാണ് വിഷ്ണു ഇറങ്ങി വരുന്നത്. ഉടൻ തന്നെ അവിടെ കാർത്തികയും താഴോട്ട് ഇറങ്ങി വരാൻ കേട്ടോ. ആദ്യം കാർത്തിക ചെന്ന് പറയുന്നുണ്ട് വിഷ്ണുവിനോട്, നിങ്ങളുടെ അമ്മ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു ഓടടാ ഓട്ടം ഓടുകയാണ്. തൻ്റെ അമ്മ ശാലിനിയെ എന്ത് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ടോ. അങ്ങനെ വിഷ്ണു താഴോട്ട് ഇറങ്ങി വരുമ്പോൾ സത്യമ്മ അറിയാണ്, വാ മോനെ എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം രാഘവേട്ടാ, അതെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്നെ എപ്പോഴും കളിയാക്കി കൊണ്ടാണല്ലോ എൻ്റെ മകന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല എന്ന്. എന്നാൽ ഞാൻ ചെയ്തു. അതെ പിള്ളേ, നീ വലിയൊരു റിസപ്ഷൻ തന്നെ ബുക്ക് ചെയ്തോളൂ. അവിടെ കെങ്കെങ്ങുമായി എൻ്റെ മകൻ്റെ കല്യാണം നടത്തണം, നാട്ടുകാരും അറികെ ആ കല്യാണം നടത്തണം എന്നിങ്ങനെ പറയുമ്പോൾ ഇന്നത് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ പറയണം, എന്നാൽ ഇനി ഒരു ബാറും കൂടി ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിന് കുറവ് വരണ്ട എൻ്റെ രാഘവേട്ട ഈ അവസ്ഥയിൽ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കും. കാരണം എന്താണെന്നറിയോ, ഇന്ന് വിജയം ഈ സത്യഭാമക്കാണ്. അത് കേൾക്കുന്ന എല്ലാവർക്കും ഇടയിൽ എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്ന സത്യമ്മ എന്ന ആ ഒരു ഇതോടുകൂടി വിഷ്ണുവും ശ്യാമയും എല്ലാവരും കേട്ടോ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം എൻ്റെ രാഘവേട്ട നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ഞാൻ ചെയ്യും. കാരണം എൻ്റെ മകൻ്റെ റിസപ്ഷൻ നടത്തുന്നിടത്ത് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അതൊക്കെ നടത്തി കൊടുക്കും ഞാൻ. കാരണം എന്താണെന്നറിയോ, ആ ശാലിനി എന്ന ആ മരണം എൻ്റെ മകൻ്റെ തലയിൽ നിന്ന് പോയിരിക്കുന്നു എന്ന് പറയട്ടോ. അപ്പോഴെന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ എല്ലാവരും വാ പൊളിച്ച് നിൽക്കുമ്പോൾ സത്യാമ്മ പറയണേ, ശാലിനി ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടിരിക്കുന്നു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന വിഷ്ണു ആകെ ഞെട്ടിപ്പോവാണ്. നിങ്ങൾ എന്താ പറഞ്ഞത്, ശാലിനി ഒരിക്കലും വിഷ്ണുവിനെ ഒഴിവാക്കില്ലെന്ന് അല്ലേ? എന്നാൽ ഈ സത്യഭാമയാണ് പോയിരിക്കുന്നത്. സത്യഭാമ വിചാരിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ മകൻ്റെ കല്യാണം ഞാൻ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തും. കല്യാണം നടത്താൻ ഇവനല്ലേ മുന്നോട്ട് പോകാൻ കഴിയാത്തതുള്ളൂ. എന്നാൽ അവൾ തന്നെ ഒപ്പിട്ട് തന്ന എൻ്റെ മകന് വേറൊരു വിവാഹം കഴിക്കാലോ, അതിന് യാതൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ വലിയ വലിയ വാക്കുകൾ പറയുമ്പോൾ രാഘവൻ ആകെ തളർന്നു കേട്ടോ. രാഘവനെ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത വാക്കാണ്. എന്നാൽ വിഷ്ണുവും ആകെ തളർന്നു. വിഷ്ണു എന്താ ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് മുന്നിൽ തൻ്റെ ആ സങ്കടം പ്രകടിപ്പിക്കാനും കഴിയാതെ വിഷ്ണു ആകെ നെടുവീർപ്പ് ഇടാൻ കേട്ടോ. ഇതേ സമയം രാഘവൻ അവിടെ നിന്നും എണീക്കാൻ ഒരുങ്ങുമ്പോൾ സത്യാമ്മ പറയണേ, അങ്ങനെ എണീക്കില്ല രാഘവേട്ട, നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒപ്പിട്ട ഡിവേഴ്സ് പേപ്പർ അങ്ങ് രാഘവൻ്റെ മടിയിലോട്ട് ഒറ്റ ഏറങ്ങ് എറിഞ്ഞിട്ട് സത്യാമ്മ പറയണേ, അതെ ശാലിനി ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയ ആ ഒരു ഒപ്പാണ് ഈ പേപ്പറിൽ കിടക്കുന്നത്. അത് നിങ്ങൾ കാണാതിരിക്കല്ലേ രാഘവേട്ട, നിങ്ങൾക്കാണ് തോൽവി സംഭവിച്ചിരിക്കുന്നത്. എന്തിനും ഏതിനും അവൾ എൻ്റെ വിഷ്ണുവിനെ ഒഴിവാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ അതും ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ അങ്ങനെ പൊട്ടിച്ചിരിക്കുമ്പോൾ രാഘവൻ ആ ഡിവേഴ്സ് പേപ്പർ തൻ്റെ മടിയിൽ വന്ന് വീഴുമ്പോൾ അതെടുത്ത് വായിക്കാൻ ശ്രമിക്കാനേട്ടാ. അത് വായിച്ച രാഘവൻ പിന്നീട് ചിരി അടക്കാൻ കഴിയാതെ ഇങ്ങനെ നിന്ന് പൊട്ടിച്ചിരിക്കാനേട്ടോ. ആ ചിരി കാണുന്ന സത്യഭാമ എന്താണ് ഇവിടെ ഉണ്ടായത്, തനിക്ക് എന്ത് അമ്മിളിയാണ് പറ്റിയത് എന്ന ആ ഭാവത്തിൽ സത്യഭാമ ഇങ്ങനെ നിൽക്കാനേട്ടോ. ഇതേ സമയം എന്താ നിങ്ങൾ രാഘവേട്ട ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എടാ മോനെ നീങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൈകളിൽ അത് കൊടുക്കുന്നു കേട്ടോ. എന്നാൽ വിഷ്ണു അത് വായിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖത്ത് ചിരി പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. ഉള്ളുകൊണ്ട് വിഷ്ണു അതിലേറെ പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. തൻ്റെ ശാലിനി ഇത്രയും വലിയൊരു മുഖത്തടിക്കലാണല്ലോ എൻ്റെ അമ്മക്ക് നൽകിയിരിക്കുന്നത് എന്ന് അറിഞ്ഞും കൊണ്ട് വിഷ്ണു ചിരിക്കുകയാണ്. അപ്പോൾ സത്യഭാമയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെയും മുഖഭാവം എന്താ ഇങ്ങനെ, ഞാൻ എവിടെയാണ് എനിക്ക് അമ്മളി പറ്റിയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി പിള്ളേ ആ പേപ്പർ വായിച്ച് നീ ഒന്ന് വായിച്ചിടോ എന്ന് പറഞ്ഞിട്ട് പിള്ളയുടെ കയ്യിൽ അങ്ങ് കൊടുക്കണം കേട്ടോ. പിള്ള ഈ പേപ്പർ അങ്ങ് തുറന്ന് നോക്കിയില്ല. പിള്ളക്കും ചിരിയടക്കാൻ കഴിയുന്നില്ല. ഇത് കാണുന്ന സത്യഭാമ, പിള്ള തന്നോടല്ലേ പറഞ്ഞത് അത് വായിക്കാൻ. അയ്യോ സത്യമേ, ഇത് എന്നെക്കൊണ്ട് വായിക്കാൻ കഴിയില്ല, ഇത് ഞാനല്ല വായിക്കേണ്ടത്, വിഷ്ണു കുഞ്ഞാണ് വായിക്കേണ്ടത്. അത് കേട്ട ഉടൻ തന്നെ തന്നോടല്ലടോ പറഞ്ഞത് അത് വായിക്കാൻ എന്ന് പറയണ കേട്ടോ. അങ്ങനെ അവിടെ പിള്ള ആ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വായിക്കണം കേട്ടോ. അതായത് ശാലിനിയും സത്യഭാമയും തമ്മിലുള്ള ആ ഒരു സീനാണ് പിന്നെ
പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ മുഖത്തടിച്ച് ശാലിനി പറയാണ്, ഈ ലോകത്ത് നിങ്ങൾ എനിക്ക് മുന്നിൽ എന്ത് തന്നെ വെച്ച് തന്നാലും എൻ്റെ വിഷ്ണുവേട്ടനെ ഞാൻ ആർക്കു മുന്നിലും വിട്ടു തരില്ല. ഇത് ശാലിനിയുടെ വാക്കാണ്. ഈ ഡിവേഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിടില്ല എന്ന് പറയുന്ന കേട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമ ആകെ ഞെട്ടിപ്പോവാണ്. ഇതേ സമയം രാഘവൻ ചിരിക്കാണ്. ഇതാണ് ശാലിനി, നീ വിചാരിക്കുന്നത് പോലെയല്ല. ഈ ലോകം തന്നെ എൻ്റെ കാൽ കീഴിൽ വെച്ച് തരാമെന്ന് പറഞ്ഞാലും ഞാൻ വിഷ്ണുവേട്ടനെ വിട്ടുതരില്ല എന്ന് സത്യഭാമയോട് പറയുന്ന ആ ഒരു ചെവിയിൽ കിടന്ന് മുഴങ്ങാൻ കേട്ടോ. ഇതേ സമയം സത്യഭാമ, അമ്മിളി എനിക്ക് പറ്റിയോ, അവൾ എന്നെ വീണ്ടും ചതിച്ചോ എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു ചോദിക്കുക, അമ്മേ ശാലിനി എന്ത് പറഞ്ഞപ്പോഴാണ് ഈ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടത്? അപ്പോൾ സത്യഭാമയ്ക്ക് അത് പറയാനാവുന്നില്ല. പക്ഷെ ആ സീന് സത്യഭാമ ഓർക്കാണ്. വിഷ്ണുവിനോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ നീ ഒപ്പിട് എന്ന് പറഞ്ഞത്. അങ്ങനെ രാഘവൻ ചോദിക്കുകയാണ്, നീ ഇത്ര പൊട്ടിയായാലോ എൻ്റെ സത്യഭാമേ, നീ എന്താണ് ചെയ്തത്? നീ അവൾക്ക് മുന്നിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞപ്പോൾ അവൾ നിനക്ക് ഒരു കുറിപ്പാണ് എഴുതിയതെന്ന് നോക്കാനുള്ള ആ ബുദ്ധി പോലും നിനക്കില്ലാതായല്ലോ എന്നിങ്ങനെ രാഘവൻ പറയുമ്പോൾ എല്ലാവരും അവിടെ പൊട്ടിച്ചിരിക്കുമ്പോൾ സത്യഭാമ, ആഹാ അവൾ എന്നോടാണ് കളിച്ചത്, അവൾക്കുള്ളത് ഞാൻ കാണിച്ചു തരാം, ഞാൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം സത്യഭാമ അങ്ങ് പോകുന്ന സമയത്ത് പിള്ളയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഡിവേഴ്സ് പേപ്പർ വാങ്ങണം കേട്ടോ. അങ്ങനെ അത് വാങ്ങി പോകുമ്പോൾ പിള്ള പറയണേ, സത്യാമ്മേ ആ ഡിവേഴ്സ് പേപ്പറിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് സത്യാമ്മ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല. ആ ഡിവേഴ്സ് പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവൻ പോയാലും ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ല, അത് വിട്ടുകൊടുക്കില്ല എന്ന് തീർത്തി എഴുതിയിട്ടുണ്ട്. ഈ പേപ്പറുമായി പോയി കഴിഞ്ഞാൽ കേസ് സത്യാമ്മയുടെയും മകൻ്റെയും പേരിലാണ്, അത് ശാലിനി അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സത്യഭാമ ആ പേപ്പർ അങ്ങ് പിച്ചി ചീന്തി പിന്നീട് അത് മുഖത്തോട്ട് എറിയുന്നത് പോലെ എറിയാൻ കേട്ടോ. അങ്ങനെ എല്ലാവർക്കും മുന്നിൽ പുറലോകം കാണാത്ത പൊട്ടക്കിണറ്റിലെ തവളയാണ് സത്യഭാമ എന്ന് സത്യഭാമ തന്നെ തെളിയിക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും സത്യഭാമയെ കളിയാക്കി ചിരിക്കുമ്പോൾ വിഷ്ണുവിന് ചിരിക്കണമല്ലോ, വിഷ്ണുവിന് ചിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എടാ മോനെ നീ മനസ്സിലാക്കണടാ എന്ന് പറഞ്ഞിട്ട് രാഘവൻ, ഇതാടാ ശാലിനി എന്ന് രാഘവൻ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി നിൽക്കാൻ കേട്ടോ. അങ്ങനെ അപ്പോഴും തൻ്റെ അച്ഛൻ്റെ മുന്നിൽ തൻ്റെ ആ സത്യങ്ങൾ തുറന്ന് പറയാനാവാതെ വിഷ്ണു നിൽക്കുമ്പോൾ, ഇതാടാ ശാലിനി, നീയാടാ മനസ്സിലാക്കാതിരുന്ന്, അത് പിന്നെ അച്ഛാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് പറയുമ്പോഴേക്കും കാർത്തിക വിഷ്ണുട്ടാ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. അങ്ങനെ കാർത്തിക അവിടെ നിന്നും വിഷ്ണുവിനെ അങ്ങ് കൊണ്ടുപോകുന്നു. എന്നാൽ റൂമിൽ ചെന്ന വിഷ്ണു അങ്ങ് നെടുവീർപ്പ് വിടുന്നതും തൻ്റെ ശാലിനി തന്നോടുള്ള ആ പ്രണയത്തെക്കുറിച്ച് ഓർത്ത് ചിരിക്കുന്നതൊക്കെ ആലോചിച്ച് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോൾ കാർത്തിക വരികയാണ് കേട്ടോ. അങ്ങനെ സത്യഭാമയെ കോമാളിയാക്കിയിരിക്കുകയാണ് ശാലിനി. അപ്പോൾ അങ്ങനെ ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഓരോ എപ്പിസോഡും സത്യഭാമക്ക് തന്നെ ഇങ്ങനെ തിരിച്ചടി വരുന്ന എപ്പിസോഡാണ് കേട്ടോ. ശാലിനിയുടെ ഒരു മുടിനാരിൽ പോലും തനിക്ക് തൊടാൻ കഴിയില്ല എന്നുള്ള സത്യം ഇനി സത്യഭാമ മനസ്സിലാക്കണം കേട്ടോ.